Good morning, dear students. We have seen in the last class about the economic reforms and also the features and the impact of economic reforms. Okay. അപ്പോൾ എത്രത്തോളമാണ് ഇന്ത്യൻ എക്കണോമിയിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഡ്യൂ ടു റിഫോംസ് എന്നുള്ളതാണ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദി ലാസ്റ്റ് ക്ലാസ് അല്ലേ. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? ലിബറലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇങ്ങനെ പല ചേഞ്ചസും ആൻഡ് ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് അനുവദിച്ചോട് കൂടിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളിലും പല മേഖലകളിലും നമ്മൾ ചെറിയ രീതിയിൽ ലിബറലൈസേഷൻ കൊണ്ടുവന്നോട് കൂടിയിട്ട് നമ്മുടെ നാടിന് ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രോത്താണ്. ആൻഡ് വി ആർ ദി സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒട്ടും മോശക്കാരല്ല. വെൻ വി കമ്പയർ വിത്ത് ദി അതർ കൺട്രീസ് വി ആർ ദി സെക്കൻഡ് എന്നുള്ളതാണ്. ഗ്രോയിങ് കൺട്രീസിൽ നമ്മൾ സെക്കൻഡ് പൊസിഷനാണ്. ആൻഡ് വിത്തിൻ നോ ടൈം വിൽ റീച്ച് ദ ഫസ്റ്റ് ഓൾസോ. ഓക്കെ, so in today's class we are going to discuss about the emergence of globally competitive enterprises. So all over the world we are competing, that is in the field of IT, in the field of pharmaceuticals, in the field of petroleum refining, in the field of metals, telecom, auto ancillaries. These are the mainly and highly concentrated areas which we compete with the people from all over the world എന്നുള്ളതാണ്. So we have competitors from all the parts of the world because we are competing globally എന്നുള്ളതാണ് വാസ്തവം. സോ ഇതിലെനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. എത്ര പേരാണ് ഇന്ത്യയിൽ ഗുഡ് ട്രീറ്റ്മെൻറ്റ് ഇസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ബട്ട് വി പീപ്പിൾ ഫ്രം ഇന്ത്യ we are going to other countries searching for the better treatment in the medical science. But when we compare with the other countries, we are giving the best treatment. നമുക്കതറിയണില്ല. പക്ഷേ പുറമെ രാജ്യത്തുള്ള എത്ര ആൾക്കാരാണ് ഇന്ത്യയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നത്? അവരവരുടെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കിയിട്ടല്ല. ദറ്റ് ഈസ് വെൻ ദെയർ money value is converted to a rupee, that will be very much lesser. അപ്പോൾ അത്രയും കോസ്റ്റ് കുറവായിരിക്കും ഇന്ത്യയിൽ വന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്നുള്ളതല്ല. അതുമാത്രമല്ല അവിടെ വരുന്ന കാര്യം. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സർജറീസ് അതൊക്കെ എത്ര പേരാണ് ഇന്ത്യ സെലക്ട് ചെയ്ത് അതിൽ ഹോസ്പിറ്റൽസ് ബെസ്റ്റ് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ടെന്നറിയും. അതേപോലെ മരുന്നുകളുടെ ദറ്റ് ഈസ് അതിൻ്റെ മരുന്നുകളുടെ ജനറേഷനിലായാലും അതേപോലെ തന്നെ വാക്സിൻ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയുക COVID-19 വാക്സിൻ ഫൈസർ കമ്പനി ഗ്ലോബലി ലോഞ്ച് ചെയ്യാൻ പോവാണ് അവർ. ഓക്കെ, അവർ കണ്ടുപിടിച്ച മരുന്നിന് ഓൾമോസ്റ്റ് 90% മീതെ സക്സസ് ആണ്. ഓക്കെ, സോ അത് ഇനി ഫൈസർ കമ്പനിയിൽ വന്നിട്ടുള്ളൊരു ന്യൂസ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരാളും പേടിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് വിൽ കം ആൻഡ് ഗോ ലൈക്ക് ദിസ്. ഇറ്റ് വിൽ നോട്ട് ബിക്കം സിവിയർ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, ദ പാൻഡമിക് ഈസ് ഗോയിങ് ടു കം ടു ഇറ്റ്സ് എൻഡ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന ഓട്ടോ ആൻസിലറീസ് അതേപോലെ തന്നെ ടെലികോം ഇത്ര കമ്പനീസ് വന്നിട്ടുണ്ട്. എത്ര കമ്പനീസ് എമേർജിങ്.
and they are providing the good network എന്നുള്ളതാണ്. പെട്രോളിയം റിഫൈനിങ്, ഫാർമസ്യൂട്ടിക്കൽസ്, ലൈക്ക് ദെൻ ഏരിയാസ് ലൈക്ക് ഐ ടി കൊണ്ടുവന്ന മാറ്റങ്ങൾ കുറച്ചെങ്ങാനാണോ? എത്ര മാറ്റങ്ങളാണ് ഐ ടിയിൽ വന്നിട്ടുള്ളത്. ഐ ടി കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ മാറ്റമാണ് ഐ ടി നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? ഓൺലി ബിക്കോസ് ഓഫ് ദി ഇക്കണോമിക് റിഫോംസ് ദാറ്റ് ഹാസ് ബീൻ ടേക്കൻ പ്ലേസ് ഫ്രം ടൈം ടു ടൈം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത്രയും അധികം ഇക്കണോമിയിലെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. Okay, so we'll see about it. Indian companies emerged strong and globally competitive. So we are competing with the countries, we are competing with the industries at a global level എന്നുള്ളതാണ്. Presently there are 40 Indian multinational companies with an annual turnover exceeding $1 billion. India's IT's exports shot up from $100 million in 1990-91 to $110 billion in 2015-16. അപ്പോൾ എത്രത്തോളം മാറ്റങ്ങളാണ് ഐ ടി മാത്രം തന്നെ, ഐ ടി രംഗത്ത് വന്നിട്ടുള്ള മാറ്റം തന്നെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സമ്മാനിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ആൻഡ് വി ആർ പ്രൂവിങ് ദാറ്റ് വി ആർ ഗ്ലോബലി കോമ്പറ്റേറ്റീവ് എന്നുള്ളതാണ്. ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ, നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ വി ആർ റെഡി എന്നുള്ളതാണ്. That's not so simple. എത്രയോ പേരുടെ അധ്വാനമാണ് അതിൽ വരുന്നത്. എത്ര പേര് ഐഡിയാസാണ്, എത്ര പേര് ഹാർഡ് വർക്കാണ്. ഓക്കെ, സോ ഇവരുടെയൊക്കെ ഒരു ബിഗ് ഡ്രീമാണ് നമ്മുടെ ഈ ഗ്ലോബലി കമ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ എത്തണം എന്നുള്ളതൊക്കെ. സോ ആൻഡ് നൗ വിൽ സീ ദ മാസീവ് സ്പർട്ട് ഇൻ സോഷ്യൽ സെക്ടർ സ്പെൻഡിങ്. അതിലെന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഹോപ്പ് യു ഓൾ നോ വാട്ട്സ് ദ മീനിങ് ഓഫ് സ്പർട്ട് എന്നുള്ളത്. അല്ല, ഒരു സഡൻ ഗഷിങ് ആണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് വരുന്ന ഒരു വലിയ ഒരു സ്ട്രീം ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, ഗഷിങ് ഓഫ് വാട്ടർ, പെട്ടെന്ന് വരുന്ന ഒരു മാറ്റം എന്നുള്ളതാണ്. ദ മേജർ ബെനിഫിറ്റ് ഓഫ് ദി ഹൈ ഗ്രോത്ത് വാസ് ദി സ്പർട്ട് ഇൻ ടാക്സിൽ വന്നിട്ടുള്ള മാറ്റമാണ്. GDP ratio from 8% in 1991 to 11.5% in 2008 എന്നുള്ളതാണ്. 1991 8% മാത്രമേ GDP റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 2008 ആകുമ്പോഴേക്കും അത് 11.5% ഉയർന്നിട്ടുള്ളത്. This tax enabled the government to undertake ambitious social sector projects like Mahatma Gandhi National Rural Employment Guarantee Act 2005. ഇതാണ് MGNREGS എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട് ഇരിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്റ്റാണ്. ഈ ആക്ടിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റൈറ്റ് ടു വർക്ക് എന്നുള്ളതാണ്. വി ഹാവ് ദ റൈറ്റ് ടു വർക്ക് and we are going to bring the changes to the economy എന്നുള്ളതാണ്. ഓക്കെ, that is ഭാരത് നിർമ്മാൺ, അതേപോലെ തന്നെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് with the aim of right to act എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ എന്ന് പറയുന്ന ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് പ്രൈം മിനിസ്റ്ററായി ഇരിക്കുന്ന സമയത്ത് മൻമോഹൻസ് കൊണ്ടുവന്നിട്ടുള്ള ആക്റ്റാണത്. ഓക്കെ, ദ ആനുവൽ ഔട്ട്ലേ ഫോർ ദ മഹാത്മാ ഗാന്ധി ആക്ട്
is higher than the total tax revenue of the central government in 1990-91. The ambitious food security program being implemented now entails huge expenditure. The insurance program targeted at the poor and the Mudra, that is Micro Units Development and Refinancing Agency initiative, are laudable inclusive programs. For sustaining such ambitious social sector program, it is very important that India should sustain a high growth rate for a long time. നമ്മളിപ്പോൾ പറഞ്ഞു ഒരു സഡൻ ഗ്രോത്ത് ആണ്. ഈ സഡൻ ഗ്രോത്ത് പിന്നീട് അത് വീണ്ടും ഒരു ഷാർപ്പ് ഡിക്ലൈനിലേക്ക് പോകാതിരിക്കണം. ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈം ഈ ഒരു വളർച്ച എന്ന് പറയുന്നത് വി ഹാവ് ടു സസ്റ്റെയിൻ. എന്നാലാണ് നമുക്ക് പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അത് അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളൊരു പെട്ടെന്നൊരു ഗ്രോത്ത് കണ്ടു, അതിന് നമ്മളൊരു കാര്യങ്ങൾ ചെയ്തു, പക്ഷേ പിന്നീട് ഒരു ഷാർപ്പ് ഡിക്ലൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതും നമ്മൾ പ്രതീക്ഷിച്ചതും എല്ലാം അവിടെ നഷ്ടപ്പെടും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഒരു സസ്റ്റെയിൻ ഗ്രോത്ത്, ഒരു എന്താ പറയുക, ഒരു സർട്ടൻ പെർസെൻറ്റേജ് വെച്ചിട്ട് കൃത്യമായിട്ട് എവ്രി ഇയർ അതിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഒരു നല്ല രീതിയിൽ അതിൻ്റെ വളർച്ച ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എ ലോങ് ടൈം, സോ വി ക്യാൻ സീ ദ ഗുഡ് ബെനിഫിറ്റ്സ് ഓർ വി ക്യാൻ സീ ഗുഡ് റിസൾട്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 173 they have given the impact of 25 years of reforms, vital statistics അവർ തന്നിട്ടുണ്ട്. കറണ്ട് പ്രൈസസ് ഓഫ് GDPയുടെ ഗ്രോത്ത് റേറ്റ്, ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം, പോവേർട്ടി എത്രയായിരുന്നു, അതായത് 1991 2015-16 ഉള്ള ഒരു മാറ്റങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. പോവേർട്ടി റേറ്റൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 45% നിന്ന് 21% നമ്മൾ ഡിക്ലൈൻ ചെയ്തു. ദാറ്റ് ഈസ് വി ആർ ഇംപ്രൂവിങ്. പോവേർട്ടി റേറ്റ് റെഡ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് 0.9% ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 363 ആണ്. സോ ഇറ്റ് ഈസ് ഗ്രോയിങ്. അതേപോലെ തന്നെ ടാക്സ് റവന്യൂ നമുക്ക് ഡയറക്റ്റ് ടാക്സിൻ്റെ രൂപത്തിൽ, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ രൂപത്തിൽ ഗ്രോസ് ടാക്സ് നമുക്ക് കിട്ടുന്നത്, അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഡെപ്റ്റ് എത്രയുണ്ടായിരുന്നു എന്നുള്ളത്, റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പോപ്പുലേഷൻ 83.85 ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ 121.08 നമ്മൾ നിൽക്കുന്നത്. പോപ്പുലേഷൻ ഈസ് ഓൾസോ ഇൻക്രീസിങ് ക്വൈറ്റ്ലി. റെമിറ്റൻസസ്, നമ്പർ ഓഫ് ടാക്സ് പേയേഴ്സ് 4% ഉണ്ടായിരുന്നത് ഇപ്പോൾ 50 എത്തി. ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി, ഓക്കെ, നമ്മൾ എന്താ പറയുക, പ്രീമച്യൂർ ചൈൽഡ് അല്ലെങ്കിൽ കുട്ടികൾ ജനിച്ച വഴിക്ക് മരണപ്പെടുന്നതാണ്, അതിൻ്റെ റേറ്റ് നമ്മൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. ലിറ്ററസി 52% ദറ്റ് ഈസ് ഇൻ ദ ടൈം ഓഫ് 1990s ഉണ്ടായിരുന്നുള്ളൂ. നൗ 74% ഇൻക്രീസ് ചെയ്ത് ഓൾമോസ്റ്റ് 75 റീച്ച് ചെയ്ത് തുടങ്ങി നമ്മൾ. രജിസ്റ്റേർഡ് മോട്ടോർ വെഹിക്കിൾസ് 21% ആണ് 1990s ഉണ്ടായിരുന്നത്, ഇപ്പോൾ 159 മാറിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട്സ് നമുക്ക് എല്ലാവരും ബാങ്ക് അക്കൗണ്ട്സ് വേണമെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. ജനങ്ങളോട് അവരെന്താ പറഞ്ഞ, ബാങ്ക് അക്കൗണ്ട്സ് എല്ലാവരും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ആരെങ്കിലും അതനുസരിച്ചാ? ഇല്ല. അനുസരിപ്പിക്കാൻ അവരെന്ത് കൊണ്ടുവന്നു? സബ്സിഡി കൊണ്ടുവന്നു അല്ലേ? അപ്പോൾ ഈ സബ്സിഡി നിങ്ങൾ ഗ്യാസിൻ്റെ സബ്സിഡി ആയിട്ട് കൊണ്ടുവന്നു. ഗ്യാസിന് LPG സബ്സിഡി നമുക്ക് എവിടെ കിട്ടാം? ബാങ്കിലേക്കേ വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ബാങ്ക് അക്കൗണ്ട് വേണം. സോ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ അക്കൗണ്ട്. സോ നമ്മളവിടെ അക്കൗണ്ടഡായി, അവർ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാർ അവിടെ KYC ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം അല്ലേ?
സോ വി ആർ ഗെറ്റിംഗ് അപ്ഡേറ്റഡ്. അപ്പോൾ നമ്മൾ അതിലും ചേർന്ന് കഴിഞ്ഞു. സോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാവുന്ന രീതിയിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും മാറിത്തുടങ്ങി. നമ്മളെല്ലാവരും ഒരു അക്കൗണ്ട് ഹോൾഡറായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു മാറ്റമാണ് പെട്ടെന്ന് സംഭവിച്ചത്. റോഡ് നെറ്റ്വർക്ക്, എല്ലാ റോഡ്സും, ഇന്ത്യയിലുള്ള എല്ലാ റോഡ്സും ഇസ് ഗെറ്റിംഗ് കണക്റ്റഡ് എന്നുള്ളതാണ്. ടെലിഫോൺ കണക്ഷൻ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ നെറ്റ്വർക്ക്, മൊബൈൽ ഫോൺസ്, എവറിത്തിങ്. ഒരു വീട്ടിൽ 4 പേരുണ്ടോ 4 മൊബൈൽ അല്ലെങ്കിൽ 5 മൊബൈൽ വരെയും നമുക്കവിടെ അവൈലബിൾ ആണ്, വിത്ത് 2 കണക്ഷൻസ് ഈച്ച് എന്നുള്ള രീതിയിൽ മിനിമം. ഓക്കെ, ലാൻഡ് ലൈൻ വേറെയും ഉണ്ടാവും. സോ telecommunications, telecom, network, everything are growing in a spot ലെവലാണ്. അതായത് ഒരു വളരെ സ്പീഡി ലെവലിലാണ് ഒരു ഇൻക്രീസ് അവിടെ വരുന്നത്. ആൻഡ് വിൽ സീ ദ ചലഞ്ചസ് ഗോയിങ് ഫോർവേഡ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. India's spectacular economic performance since liberalization is indeed a great achievement. India was one of the few large economies of the world which did not experience recession or sharp economic slowdown during the Great Recession of 2009. അല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു റിസഷൻ പീരിയഡ് ആയിരുന്നു 2009 എന്ന് പറയുന്നത്. 2016, the IMF chief Christian Lagarde described India as the sweet spot in the gloomy global economy. However, it is important that some deficiencies of this growth be recognized and addressed. അതിൽ 2009 വന്നിട്ടുള്ള ദറ്റ് ഈസ് റിസഷൻ്റെ സമയത്ത് ഏറ്റവും ലെസ് എഫക്റ്റഡ് ആയിട്ടുള്ളത് ഇന്ത്യയാണ്. ഏറ്റവും ലെസ് എഫക്റ്റഡ് ആയിട്ടുള്ളത് പല കൺട്രീസും ആ റിസഷൻ പീരീഡിൽ നിന്ന് അവരൊന്ന് റിക്കവർ ചെയ്ത് വരാൻ they took 6 to 8 years എന്നുള്ളതാണ്. ഓക്കെ, 6 മുതൽ 8 വർഷം വരെയ്ക്കും എടുത്തു പലർക്കും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനായിട്ട്. A major deficiency of India's spectacular growth is that the growth has not been adequately inclusive. Large number of poor, എല്ലായിടത്തേക്കും ആ ഗ്രോത്ത് എത്തുന്നില്ല. അതിൻ്റെ കുറച്ച് കുറവുകൾ അവിടെ ഇവിടേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എന്തുകൊണ്ടാണ്? ഒന്നാമത്, ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് പുവറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെൽത്ത് ഉണ്ട്. എത്രത്തോളം വെൽത്ത് ഉണ്ടായാലും അതിൻ്റെ ഒരു വലിയ ഒരു സത്യം എന്ന് പറയുന്നത് അതിൻ്റെ 2 ഇരട്ടി ആൾക്കാർ അവിടെ പോവേർട്ടിയിലാണ്. അതാരും മനസ്സിലാക്കുന്നില്ല. ദറ്റ് മീൻസ് ദ ഇൻകം ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത് ഈക്വൽ അല്ല. ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി. അവിടെ ഇൻഈക്വാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാർജിനലൈസ്ഡ് വൾനറബിൾ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി ഹാസ് ബീൻ ലെഫ്റ്റ് ഔട്ട് ഓഫ് ദ ഗ്രോത്ത് പ്രോസസ്. ദിസ് ഡെഫിഷ്യൻസി ഹാസ് ടു ബി അഡ്രസ്ഡ് ആൻഡ് ഗ്രോത്ത് ഹാസ് ടു ബി മെയ്ഡ് മോർ ഇൻക്ലൂസീവ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് പേര് പുവറാണ്, കുറച്ച് പേര് അല്ലെങ്കിൽ കുറച്ച് സമൂഹം വൾനറബിളാണ്. ദറ്റ് ഈസ് അവർ പെട്ടെന്ന് പോവേർട്ടിയിലേക്കോ അതിൻ്റെ ഡൗൺ ട്രോഡനിലേക്കോ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഈ ഡൗൺ സ്വിങ്സിലേക്കൊന്നും പോകാതെ അവരെ കൊണ്ടുവരാനായിട്ട്, അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പോവേർട്ടി ലൈനിൽ അല്ലെങ്കിൽ പുവറായിട്ട് നിൽക്കുന്നത്, അവിടെ എന്താണ് അവിടെ ലാക്കിങ് എന്നുള്ളത് മനസ്സിലാക്കി അവരിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. Another major deficiency is the infrastructure deficit, which is becoming a major constraint of sustainable high growth. Land acquisition, environmental clearances, speedy execution of infrastructure projects, ഇതൊന്നും തന്നെ അവിടെ നടക്കുന്നില്ല. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ കുറേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ വി ആർ നോട്ട് ഗെറ്റിംഗ് ബെറ്റർ റിസൾട്ട്സ് ബിക്കോസ് ദ വർക്ക്
are very slow എന്നുള്ളതാണ്. അതേപോലെ തന്നെ India's achievements of 25 years of reforms are laudable. The deficiencies too are glaring and need to be addressed seriously. അപ്പോൾ നമ്മൾ നല്ല നല്ല മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അതിനെയും കൂടിയും ഇൻക്ലൂഡ് ചെയ്ത് ഒന്ന് കവർ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും നമുക്ക് നല്ല ഒരു ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. And next thing is, we are going to discuss about the parallel economy. So we'll see what is parallel economy. ഇതിൻ്റെ പാരലായിട്ട് ഇത്രയും നല്ല റിഫോംസ് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളുടെ ഇടയിൽ കൂടെ വേറെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. Parallel economy is the economy based on unaccounted money. ഓക്കെ, അപ്പോൾ ഇത്രയും പേര് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണി വെച്ച് കളിക്കുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ബ്ലാക്ക് മണി വിച്ച് ഈസ് നോട്ട് അക്കൗണ്ടഡ്. എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. യൂഷ്വലി റെഫർ ടു ആസ് ബ്ലാക്ക് മണി. സിൻസ് ദിസ് അൺഅക്കൗണ്ടഡ് economy runs parallel to the official economy, it is referred to as parallel economy. ഇത് എന്തുകൊണ്ടാണ് പാരലൽ എക്കണോമി എന്ന് പറയാനുള്ള ഒരു റീസൺ എന്താണ്? ബിക്കോസ് it runs parallel to the official economy. ഒഫീഷ്യൽ എക്കണോമിയുടെ പാരലലായിട്ടാണ് ഈ അൺഅക്കൗണ്ടഡ് മണി അവിടെ ഒഴുകിയെത്തുന്നത്. ഇതിൻ്റെ പാരലലായിട്ട് അതും നടക്കുന്നുണ്ട്. നെഗറ്റീവാണ്, പോസിറ്റീവ് ഒരു ഭാഗത്ത് നടക്കണമെങ്കിൽ നെഗറ്റീവ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് റെഫർഡ് ടു ആസ് പാരലൽ എക്കണോമി. ഇറ്റ് ഈസ് ഓൾസോ റെഫർഡ് ടു ആസ് ഷാഡോ എക്കണോമി, അണ്ടർഗ്രൗണ്ട് എക്കണോമി. So, tax evasion and corruption are perhaps the main causes of unaccounted money. ഇനി നോക്കാം എന്താണ് അൺഅക്കൗണ്ടഡ് മണി വരാനുള്ള റീസൺ എന്താണ്. ഒന്ന് ടാക്സ് ഇവേഷൻ, വെട്ടിക്കലും പറ്റിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ടാക്സ്, ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ട ടാക്സ് അടയ്ക്കാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻ. ആൻഡ് ദെൻ കറപ്ഷൻ, പിന്നത്തെ കാര്യം വരുന്നത് കറപ്ഷനാണ്. So, the illegal players in the parallel economy are the agents engaged in the production or distribution of prohibited goods and services. For example, those engaged in drug trade, liquor trade, where it is prohibited. ഇവിടെ വരുന്നത് ഒന്ന് നമുക്ക് ഡ്രഗ്സ് പ്രൊഹിബിറ്റഡ് ആണ്. ദാറ്റ് ഈസ് ആളെ കൊല്ലുന്ന ഡ്രഗ്സ്, ലൈഫ് സേവിങ് ഡ്രഗ്സിനെ ഉദ്ദേശിച്ചല്ല നമ്മൾ പറയുന്നത്, മറിച്ച് ദ ഇല്ലീഗൽ പ്രാക്ടീസ് ഡ്രഗ്, ലിക്കർ, ഇതൊക്കെ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ലെസ് യൂസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലീഗൽ കറൻസി ട്രാൻസാക്ഷൻ, ഗോൾഡ് സ്മഗ്ലിംഗ്, ഇത് ഒന്നും നിയമത്തിൻ്റെ വഴി കൂടെ പോകുന്നതല്ല. ഇതെല്ലാം നിയമം വിട്ട് കളിക്കുന്ന കാര്യങ്ങളാണ്. Gold smuggling, now it's a very hot case nowadays. Human trafficking and trade of any prohibited item are the agents in the parallel economy. So എന്തൊക്കെയാണോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ളത് അതാണ് പാരലൽ എക്കണോമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒഫീഷ്യൽ എക്കണോമിയിൽ നമ്മൾ ലിസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാരലലായിട്ട് ചെയ്യാൻ പാടില്ലാത്ത ടൈപ്പ് ഓഫ് ബിസിനസ്സസ് മുഴുവൻ നമ്മളതിൽ പാരലൽ എക്കണോമിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. It is no secret that politicians, political parties and sections of higher officials of government are very, very corrupt. Often bribes are routed abroad through hawala channels for evading from Indian tax authorities and consequent legal implications. Some dishonest companies resort to transfer price manipulation for transferring black money. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So as you all know, politicians, political party, higher government officials എല്ലാം കറപ്റ്റഡ് ആണ്. പക്ഷേ എന്ത് നടപടികളാണ് നമ്മൾ സ്വീകരിച്ചേക്കുന്നത്?
ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനായി കഴിഞ്ഞു. സോ ഓൺലൈൻ ആകുമ്പോഴുള്ള ഗുണം എന്താണ്? ഇറ്റ് ഈസ് വെരി ട്രാൻസ്പെറൻറ്റ്. ആരും അറിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഓൺലൈൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇന്ന് എല്ലാ മെഷേഴ്സും അവൈലബിൾ ആണ്. സോ ആരും അറിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും എന്നുള്ളത് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സം ഡിസ്ഹോണസ്റ്റ് കമ്പനീസ് എന്താ ചെയ്യുന്നത്? ഈവൻ ദേ ആർ മാനിപ്പുലേറ്റിംഗ് ദ പ്രൈസ് ഫോർ ട്രാൻസ്ഫറിങ് ബ്ലാക്ക് മണി എന്നുള്ളതാണ്. ദിസ് ഈസ് ഡൺ ബൈ അണ്ടർ ഇൻവോയ്സിങ് ദെയർ എക്സ്പോർട്സ് ആൻഡ് ഓവർ ഇൻവോയ്സിങ് ദെയർ ഇമ്പോർട്ട്സ്. സോ നമ്മളിവിടെ നിന്ന് അയക്കുന്ന എക്സ്പോർട്സിന് വളരെ ലോ റേറ്റും അതേപോലെ തന്നെ നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾക്ക് വളരെ ഹൈ റേറ്റുമാണ് നമ്മളിതിൽ കാണിക്കുന്നത്, ബില്ലിൽ കാണിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് മാനിപ്പുലേഷൻ നടത്തുന്നത്? ടു ട്രാൻസ്ഫർ ബ്ലാക്ക് മണി എന്നുള്ളതാണ്. ടാക്സ് ഹെവൻ കൺട്രീസ് സച്ച് ആസ് സിംഗപ്പൂർ, UAE and Hong Kong are used for this. The excess money due from exports and the excess money paid for imports are received abroad and deposited in secret accounts like Swiss banks and banks in other safe havens like Cayman Islands. അപ്പോൾ നമ്മൾ അറിയാത്ത പുറം രാജ്യങ്ങളിലുള്ള ബാങ്കുകളിലും അതേപോലെ വിശേഷിച്ചറിയാവുന്ന സ്വിസ് ബാങ്കിലൊക്കെയാണ് നമ്മൾ ഈ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. കളികൾ നടക്കുന്നത് എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലാണ്. The unlawfully acquired money kept abroad is routed back to India by the round tripping process. Round tripping involves getting the money out of one country, sending it to a place like Mauritius, and then sending it back home as foreign portfolio investment. അപ്പം നമ്മളവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഇത്രയും എമൗണ്ട് ചില സ്ഥലങ്ങളിലേക്ക് എത്തി അവിടെ നിന്ന് നമുക്ക് FBI എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എസ്റ്റിമേറ്റ്സ് ഓഫ് ബ്ലാക്ക് മണി ഇൻ ഇന്ത്യ. ഏകദേശം ഇന്ത്യയിൽ എത്രത്തോളം ബ്ലാക്ക് മണി ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്ലാക്ക് മണി ഈസ് ഡിഫിക്കൾട്ട് ടു എസ്റ്റിമേറ്റ്. Therefore, we can find wide variations among various estimates of black money in India. One of the early reports on black money came from Nicholas Calder. Calder, in his report on India tax reform, assessed the black income at rupees 600 crores എന്നുള്ളതാണ്. In 1953-54 ഈ പറയുന്ന എമൗണ്ട്, which was 6% of GNP. Another committee, the Vanchu Committee, estimated the amount of black income at rupees 700 crore in 1961. 600 crore നമ്മുടെ 1953-54 1961-62 കാലഘട്ടത്തിൽ അത് 700 crores ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ 65-66 അതേപോലെ തന്നെ which was 4.4%, rising to 1000 crore and 1400 crore എന്നുള്ളതാണ് 68-69 ഒക്കെ ആകുമ്പോഴേക്കും. ഓക്കെ, 61-62 നമുക്ക് 700 crore ആണെന്നുണ്ടെങ്കിൽ 65-66 ആകുമ്പോഴേക്കും അത് 1000 crore എത്തി. 68-69 കാലഘട്ടം ആകുമ്പോഴേക്കും 1400 crores അത് മാറിയിട്ടുള്ളത്. Economist Dr. Malcolm also estimated the extent of black money is to be about 59,000 crore, which was about 40%. IMF staff survey on unaccounted sector has estimated the black money in India at about 72,000 crore. ഇന്ത്യയിലെ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് 72,000 crore ആണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. The National Institute of Public Finance and Policy has also made an estimate that is 9,958 crore. ഓക്കെ, ഓരോ ഇയറും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ഇറ്റ് ഈസ് ബ്ലാക്ക് മണി അക്കൗണ്ട് ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കണം. The estimate of black money made by National Institute is the last official estimate. അവരാണ്
ഏറ്റവും ലാസ്റ്റ് ഒഫീഷ്യലായിട്ട് ഏകദേശം എത്രത്തോളം ബ്ലാക്ക് മണി ഉണ്ട് ഇന്ത്യയിലുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി പിന്നെ അതിനുശേഷം വേറൊരാളും ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടില്ല. ഓക്കെ, ഇനി according to Professor Vaidyanathan, Professor of Finance at the Indian Institute of Management, IIM, Bangalore, black money worth rupees $1.4 trillion, that is over 70 lakh crore, has been deposited in various foreign tax havens. അവിടേക്കാണ് നമ്മുടെ ആൾക്കാർ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. The ill-gotten wealth of Indian businessmen and politicians could be more in Switzerland and various British US islands, according to Professor Vaidyanathan. So Professor Vaidyanathan പറഞ്ഞിട്ടുണ്ട് എവിടേക്കാണ് നമ്മുടെ ബ്ലാക്ക് മണി കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതൊക്കെ ഇന്ത്യയിലുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ത്യ ഈസ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രി ആയിട്ട് മാറും. Not only in wealth, but also in every means, in every sources, in every field നമ്മൾ മാറും. പക്ഷേ unfortunately these wealth are only in few hands എന്നുള്ളതാണ്. And those hands are invested in foreign countries. Okay, according to the report released by Global Financial Integrity in December 2012, India is among the top 10 developing countries in the world with a black money outflow. Okay, and then ഇതൊക്കെ നമുക്ക് ഏകദേശം ബ്ലാക്ക് മണീനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഈ ബ്ലാക്ക് മണി ജനറേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. എങ്ങനെയാണ് ബ്ലാക്ക് മണി ഉണ്ടാവുന്നത്? ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കറപ്ഷൻ ആദ്യം വരുന്നത് തന്നെ കറപ്ഷനാണ്. മണി ടേക്കൺ ആസ് ബ്രൈബ് കനോട്ട് ബി അക്കൗണ്ടഡ്, അല്ലേ? ഇന്ന് ഈ ബ്രൈബ് കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എവറിത്തിങ് ഹാസ് കം ടു ഓൺലൈൻ. അപ്പോൾ അവിടെ ട്രാൻസ്പാരൻസി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്താൽ മതി. ഒരാളുടെ ഓഫീസിലേക്കും പോകേണ്ട, ഒരാളിനെ നേരിട്ട് കാണും വേണ്ട, കാര്യം നടക്കാനായിട്ട് ഒരാൾക്കും നമ്മൾ ഒന്നും തന്നെ കൊടുക്കും വേണ്ട. സോ എവറിത്തിങ്, എവറി ഫീൽഡ്, നമ്മൾ ഈവൻ നമ്മുടെ ലാൻഡ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ടാക്സ് പേയിങ് നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. ഒരാളും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾക്കും അനാവശ്യമായിട്ട് നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരും. ഓക്കെ, this unaccounted money is invested in illegal transactions which further breed black money. It is rumored that huge amounts of money have been taken by many politicians as bribes. So amount ഒക്കെ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലേക്കും ഓരോ കേമൻ ഐലൻഡിലേക്കുമാണ് പോകുന്നത്. ഇത് മുഴുവൻ വാരി കൊണ്ടുപോകുന്നതും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ ഹൈ പൊളിറ്റീഷ്യൻസ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത്. ഓക്കെ, അവോയ്ഡിങ് കൺട്രോൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇനി അടുത്ത വഴി ബ്രൈബ്, ദാറ്റ് ഈസ് എന്താ പറയുക, ബ്ലാക്ക് മണി ഉണ്ടാകുന്ന വേറൊരു വഴിയാണ് നമ്മൾ പറയുന്നത് അവോയ്ഡിങ് കൺട്രോൾസ് ആൻഡ് റെഗുലേഷൻസ്. The license permit quota Raj provided a fertile ground for the politician, businessman, bureaucrats nexus to operate. The unholy trinity generated huge amounts of black money. നമ്മൾ കൊണ്ടുവന്ന ഈ ലൈസൻസ് പെർമിഷൻ കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഈ പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കണം. സോ അങ്ങനെ ഇതൊരു വിളനിലമായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ദറ്റ് ഈസ് ഫെർട്ടൈൽ ഗ്രൗണ്ട്, ദറ്റ് ഈസ് ഇവർക്കൊക്കെ കയറിയിരുന്ന് കളിക്കാനായിട്ട്, ഇവരുടെ പോക്കറ്റുകൾ വീർപ്പിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, കാര്യം നടക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് ലൈസൻസ് കിട്ടാനായിട്ട്. കാരണം ഇത് ഗ്രാൻറ്റ് ചെയ്യുന്നത് അവരാണ്. സോ ഇഫ് യു വാണ്ട് ഇറ്റ് you have to give this much എന്നുള്ളത്, they are demanding it എന്നുള്ളതാണ്. And third one is tax evasion have contributed to generation of black money. 1973 the maximum income tax rate was 97.5%. So such irrational rates of tax encourage tax evasion. അപ്പോൾ ഇത്രയും പേര് ടാക്സ് അടയ്ക്കേണ്ടി വരും, ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് അതിൽ നിന്ന് ആൾക്കാർ എന്താ ചെയ്യുന്നത്?
ടാക്സ് അടയ്ക്കാതിരിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ്. വിച്ച് ലീഡ്സ് ടു ബ്ലാക്ക് മണി എന്നുള്ളതാണ്. അവോയ്ഡൻസിൽ നമുക്ക് ഇവേഷനാണ് അവിടെ വരുന്നത്. ഹൈ റേറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ടാക്സസ് ഇൻ ദ പ്രൊഫോമ എറ ഓൾസോ ലെഡ് ടു ടാക്സ് ഇവേഷൻ ആൻഡ് ഓൾസോ ടു ജനറേറ്റ് ദി ബ്ലാക്ക് മണി എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ബ്ലാക്ക് മാർക്കറ്റ്സ്. ഇൻ ഡെവലപ്പിംഗ് എക്കണോമീസ് ബ്ലാക്ക് മാർക്കറ്റ്സ് വർ കോമൺ. അല്ലേ, ഒരു വശത്ത് ഡെവലപ്പിംഗ് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ മറുവശത്ത് അവിടെ ബ്ലാക്ക് മാർക്കറ്റ്സും അവിടെ എന്താ പറയുക കൂടിക്കൊണ്ടേയിരിക്കണം. ഷോർട്ടേജസ് ഓഫ് സർട്ടൻ കമ്മോഡിറ്റീസ് ക്രിയേറ്റഡ് ഫ്ലറിഷിംഗ് ബ്ലാക്ക് മാർക്കറ്റ്സ് ഇൻ ദീസ് കമ്മോഡിറ്റീസ്. ദറ്റ് ഈസ് അവർ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അവർ ആർട്ടിഫിഷ്യലി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. നാച്ചുറലി ഉണ്ടാകുന്നതല്ല, ആർട്ടിഫിഷ്യലി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാണ്, റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ അവർ ചെയ്യുന്ന ബ്ലാക്ക് മാർക്കറ്റ്സ് അവർ അവരുടേതായ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ മറിച്ച് കൊടുക്കുന്നൊരു സിറ്റുവേഷനൊക്കെയാണ് ഇവിടെ വരുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ഇൻ ഇന്ത്യ ഇൻ ദ 1970s and 1980s സിമെൻറ്റ് ആൻഡ് സ്റ്റീൽ വെർ ഇൻ ഷോർട്ട് സപ്ലൈ. ദീസ് ഷോർട്ടേജസ് ലെഡ് ടു ബ്ലാക്ക് മാർക്കറ്റ് ആൻഡ് ജനറേറ്റഡ് ബ്ലാക്ക് മണി ഓർ ബ്ലാക്ക് ഇൻകം എന്നുള്ളതാണ്. അപ്പോൾ ഏതാണോ അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യലാണ്, ഇത് വേറെ വഴിക്ക് പോകുന്നുമുണ്ട്. And then Hawala transactions. Regulation on foreign exchange created a flourishing Hawala market. Illegal transactions in foreign currency unaccounted ആയിട്ട് വരുന്നതാണ്. ഇനി ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് ഗോൾഡ്. ലീഗൽ ഇമ്പോർട്ട് ഓഫ് ഗോൾഡ് into India was permitted only in 1993. Before that, the huge gap between demand for and supply of gold was met through gold smuggling. Hawala transactions were widely used for gold smuggling. Gold became a major hub for storing black money and generating it. അല്ലേ, ഈ സംഭവത്തിന് ബ്ലാക്ക് മണീനൊക്കെ നമ്മൾ ഗോൾഡാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഷ്യൂസ് ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ പിന്നെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. എവറിത്തിങ് ഇസ് വെരി ക്ലിയർ ആൻഡ് വെരി ട്രാൻസ്പെറൻറ്റ് ഓൾസോ. പൈപ്പ് മണി, കുഴൽപ്പണം എന്ന് പറയുന്നത്. ലോട്ട്സ് ഓഫ് റെമിറ്റൻസസ് ഹാവ് ബീൻ ഫ്ലോയിങ് ഇൻ ടു ഫോളോയിങ് ഗൾഫ് ബൂം. എമൗണ്ട് വരുന്നത് മുഴുവൻ ഗൾഫിൽ നിന്നാണ്. എ പാർട്ട് ഓഫ് ദീസ് റെമിറ്റൻസസ് ഹാസ് ബീൻ കമ്മിങ് ഇല്ലീഗലി, popularly referred to as pipeline money. Agents abroad deliver pipeline money through local agents to the relatives of NRIs. സോ അവിടെ നിന്നുള്ള എമൗണ്ട് ഓരോ ഏജൻറ്റ് വഴിക്ക് NRIകളുടെ റിലേറ്റീവ്സിന് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നൊരു സിസ്റ്റം. പാർട്ട് ഓഫ് ദീസ് ഇല്ലീഗൽ റെമിറ്റൻസസ് ഓൾസോ ഫൈൻഡ് ദ വേ ഇൻ ടു സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ജനറേറ്റിംഗ് ബ്ലാക്ക് മണി. സോ ഇതും ഒന്നും കണക്കിൽപ്പെടാത്തത് തന്നെയാണ്. എന്താ പറയുക, അവരുടെ ത്രൂ അക്കൗണ്ട് അല്ലാതെ പുറമെ അവരുടെ അക്കൗണ്ട് അല്ലാതെ വേറെ അക്കൗണ്ട്സ് വഴിക്കാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ അക്കൗണ്ടിലും ഇല്ലാതെ ആൾക്കാർ നേരിട്ട് കൊണ്ടുവന്ന് പണം കൈമാറുന്ന ഒരു രീതി. ആൻഡ് ദെൻ പിന്നെ വരുന്ന ഒരു കാര്യമാണ് റിയൽ എസ്റ്റേറ്റ്. ഇൻ റീസെൻറ്റ് ടൈംസ് റിയൽ എസ്റ്റേറ്റ് മേജർ ബിക്കെയിം generator of black money. The value of real estate transactions, particularly land, has been hugely underreported. ഒരു സമയത്ത് ലാൻഡ് എന്ന് പറയുന്നത് അവർ പറയുന്നതാണ് ലാൻഡ് വാല്യൂ ആയിട്ടുണ്ടായിരുന്നത്. അവരെ വായിൽ ആ സമയത്ത് എത്രയാണോ എമൗണ്ട് എന്ന് പറയുന്നത് അതാണ് ആ ലാൻഡിൻ്റെ വിലയായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് കുറച്ച് കാലഘട്ടം മുമ്പുണ്ടായിരുന്നത്. പൊന്നും വിലയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ കുറേ ആൾക്കാർ സ്ഥലം മേടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഭയങ്കര പീക്ക് റേറ്റിലാണ് നിന്നിരുന്നത്. വിൽക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക, ഒരു ജാക്ക്പോട്ട് അടിച്ച പോലെയാണ്. ഓക്കെ, ദിസ് അണ്ടർ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അവോയ്ഡ് ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ ചാർജ് ആ കാര്യങ്ങളൊക്കെ വളരെ മിനിമൽ ചാർജസ് ആണ് നമ്മൾ ഇതിൻ്റെ ആധാരത്തിൻ്റെ സമയത്ത് രജിസ്ട്രേഷൻ്റെ പേപ്പറിൽ നമ്മൾ എഴുതുന്ന ഡോക്യുമെൻറ്റ്സിൽ എഴുതുന്ന കാര്യങ്ങൾ. എ മേജർ പാർട്ട് ഓഫ് ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ഇസ് ഹെൽഡ് ആസ് എ റിയൽ എസ്റ്റേറ്റ്. നമ്മൾ കൊണ്ടുപോയി ബിനാമി ട്രാൻസാക്ഷൻസ് നടത്തി നമ്മുടെ എമൗണ്ട് മുഴുവൻ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റിലാണ്. ഓക്കെ, ആൻഡ് വിൽ സി അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് ബ്ലാക്ക് മണി. എന്തൊക്കെയാണ് ഇപ്പോൾ ഇത്രയും ബ്ലാക്ക് മണി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് നോക്കാം.
less tax for the government, asset price inflation, widens inequalities, impact on growth, vicious cycle of black money, capital flight, undesirable activities. Okay. Since black money എന്ന് പറയുന്നത് അൺഅക്കൗണ്ടഡ് ആയതുകൊണ്ട് അതിന് ടാക്സും പേ ചെയ്യുന്നില്ല, ഗവൺമെൻറ്റിന് അതിന് കിട്ടേണ്ട ടാക്സ് എമൗണ്ട് കിട്ടുന്നില്ല. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അസറ്റ്സിൻ്റെ പ്രൈസ് ഇൻഫ്ലേഷനാണ്. പ്രൈസ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് സിംപ്ലി ദ പ്രൈസസ് ഇൻക്രീസിങ് എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റ് ആണ് ഏറ്റവും മേജർ ഹബ്ബായിട്ട് നമുക്കതിൽ വരുന്നത്. ആൻഡ് ദെൻ വൈഡൻസ് ഇൻഇക്വാലിറ്റീസ്. ഇറ്റ് ഈസ് ഇങ്ങനെ വരുമ്പോൾ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൽത്ത് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ പീപ്പിൾ എന്നുള്ളതാണ്. ഓക്കെ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻ എ കൺട്രി വളരെ ഇൻഇക്വാലിറ്റിയാണ്. പാരലൽ എക്കണോമി ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. ദ ഡിസ്ഹോണസ്റ്റ് റിച്ച് ഹാവ് ബിക്കം റിച്ചർ ത്രൂ ദെയർ ഇൽ ഗോട്ടൺ വെൽത്ത് ആൻഡ് at the expense of the poor. Okay. Richer persons are becoming richer and the poorer persons are becoming poorer than worse എന്നുള്ളതാണ്. ഓക്കെ. ഇമ്പാക്റ്റ് ഓൺ ഗ്രോത്ത്. പിന്നെ വരുന്നത് ഗ്രോത്ത് സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ. അക്കൗണ്ടഡ് മണി ഈസ് ചാനലൈസ്ഡ് ബൈ ദ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ടു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇൻ ദിസ് കേസ് ബ്ലാക്ക് മണിയുടെ കേസിൽ നടക്കില്ല. മേജർ ചങ്ക് ഓഫ് ദി ബ്ലാക്ക് മണി ഹെൽഡ് ഡൊമസ്റ്റിക്കലി ഈസ് ഹെൽഡ് ഫ്രം ദി ഗോൾഡ് ആൻഡ് ലാൻഡ് എന്നുള്ളതാണ്. Next one is vicious cycle of black money. It is generated, becomes vicious cycle. Unaccounted money is black money. This money is invested mostly in illegal transactions ആണ്. നമ്മൾ ഒരിക്കലും അക്കൗണ്ടഡ് മണി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്, ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. സിൻസ് ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയതുകൊണ്ട് ഇല്ലീഗൽ ട്രാൻസാക്ഷൻസിന് തന്നെയാണ് നമ്മളത് യൂസ് ചെയ്യുള്ളൂ. അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം തന്നെയാണ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദെൻ ക്യാപിറ്റൽ ഫ്ലൈറ്റ്. വെൻ ബ്ലാക്ക് മണി ഈസ് ടേക്കൺ ഔട്ട് ഓഫ് ദി കൺട്രി ആൻഡ് ഡെപ്പോസിറ്റഡ് ഔട്ട്സൈഡ്, ഇറ്റ് റിസൾട്ട്സ് ഇൻ ക്യാപിറ്റൽ മൂവിങ് അവേ ഫ്രം ദി ഡൊമസ്റ്റിക് എക്കണോമി ടു ഫോറിൻ എക്കണോമീസ്. അല്ലേ? നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നമ്മുടെ നാടിന് കിട്ടേണ്ട കാര്യങ്ങൾ എല്ലാം മാറി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഫോറിൻ കൺട്രീസിലാണ്. സോ ദ ക്യാപിറ്റൽ is moving from the domestic country to the foreign country എന്നുള്ളതാണ്. Okay. And then undesirable activities. It is well known that many undesirable and dangerous activities like smuggling, drug trafficking, terrorism are financed through unaccounted money. So ഈ unaccounted money നമ്മുടെ കയ്യിലുള്ളവരിക്കും ലീഗലായിട്ടുള്ള പ്രാക്ടീസസ് എല്ലാം ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസും ഇല്ലീഗലായിട്ടുള്ള പ്രാക്ടീസസും ആണ് നമ്മുടെ തലയിലേക്ക് ഏറ്റവും കൂടുതൽ വരുള്ളൂ. സോ നമ്മൾ എല്ലാ കാര്യങ്ങളും അക്കൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ നാടിനെ കൊടുക്കാനുള്ള ടാക്സ് നമ്മൾ പേ ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് വി ആർ വെരി ഫ്രീ എന്നുള്ളതാണ്. പക്ഷേ വെൻ വി പ്രാക്ടീസ് ദ ഇല്ലീഗൽ തിങ്, always there will be a fear in our mind. That will disturb us. അല്ലേ? അത് കുറ്റബോധമുള്ള ആൾക്കാർക്ക് കുറ്റബോധം ഉണ്ടാവുള്ളൂ. അത് കുറ്റബോധം ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അത് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ ചെറിയ ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് വല്ലാതെ അലട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ആ ഒരു തെറ്റിലേക്ക് പോകില്ല. സോ അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഇല്ലാത്ത മനുഷ്യരെന്ന് പോലും പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. സോ അവർ പിന്നെ ഇല്ലീഗൽ പ്രാക്ടീസ് they will earn and earn and earn. I don't know where they are taking all those things. കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ വരുമ്പോഴും ഒന്നും കൊണ്ടുവരുന്നില്ല, നമ്മൾ പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളത്. പിന്നെ എന്തിനാണ് ഈ ഒരു ഇടയിലുള്ള കാലഘട്ടത്തിൽ നമുക്കൊന്ന് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ഇത്രമാത്രം നമ്മൾ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഇത്രമാത്രം സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ എന്തിനാണ് വി ആർ ഏർണിങ് മോർ എന്നുള്ളതാണ്. സോ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഏൺ ചെയ്യാം, ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ചിലവാക്കുക. ഞാൻ പറയുന്നത് ഒന്നും ഇരിക്കരുത്. സോ നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ദി റൈറ്റ് ടു മേക്ക് ദി എക്സ്പെൻഡിച്ചർ. സോ അത് അതിൻ്റേതായ രീതിയിൽ
ഓരോന്നിനും അതിൻ്റേതായ നോംസ് അല്ലേ. സോ എനിത്തിങ് ഷുഡ് നോട്ട് ഗോ ബിയോണ്ട് ദ ലിമിറ്റ് എന്നുള്ള ഒരു ഇതിൽ വരുന്ന ഒരു താല്പര്യം വരുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, എല്ലാം വേണം, പക്ഷേ ഒന്നും പരിധി വിട്ട് പോകരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അൺഡിസൈറബിൾ ആക്ടിവിറ്റീസ്, ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് ഇതിലേക്കൊന്നും പോകാതിരിക്കുക. അതിന് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം, അനാവശ്യമായിട്ടുള്ളതൊന്നും നമുക്ക് വേണ്ട, ആവശ്യമായിട്ടുള്ളത് മാത്രം മതി. അത് നല്ല രീതിയിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും വേണം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഏകദേശം ഇത് മതിയായിരിക്കും. ഇനി നമുക്ക് ഗവൺമെൻറ് എന്തൊക്കെ മെഷേഴ്സാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് നോക്കി അവസാനിപ്പിച്ചാലോ. വേഗം തീർക്കാം. അത് നമുക്ക് ഒരു 5 to 6 പോയിൻറ്റ്സേ ഉള്ളൂ, നമുക്ക് വേഗം നോക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് മെഷേഴ്സ് ടേക്കൺ ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ളത് നോക്കാം. ലോവർ ടാക്സ് സ്ലാബ്, അതായത് ഏകദേശം ടാക്സ് സ്ലാബിൻ്റെ റേറ്റൊക്കെ വളരെ കുറച്ചു. അപ്പോൾ ഒരു മിനിമം ആരും അങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളില്ല, പരമാവധി ടാക്സ് അടച്ചു പോവുക എന്നുള്ളതാണ്. ഇൻ ദ ഏർലി 70s ടാക്സ് റേറ്റ്സ് വർ ഹൈ എന്നുള്ളതാണ്. സോ അത് എന്ത് ചെയ്തു, ആൾക്കാരനെ കുറേ എൻകറേജ് ചെയ്തു അത് ഇവേഡ് ചെയ്യാനായിട്ട്. പക്ഷേ ടാക്സ് റേറ്റ് കുറച്ചപ്പോൾ നമുക്കത് ഇവേഡ് ചെയ്യേണ്ട ഒരു ചെറിയ പെർസെൻ്റ് എന്ന രീതിയിൽ നമ്മൾ അടച്ചു പോകാനായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റാണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് TDS. നമ്മൾ ആ സമയത്ത് ആ ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള ടാക്സ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ആൻഡ് ദെൻ സ്പെഷ്യൽ ബാരർ ബോണ്ട്സ്. That is, government introduced special bearer bonds to utilize unaccounted money for constructive purpose-ന് വേണ്ടിയിട്ടാണ്. അൺഅക്കൗണ്ടഡ് മണി തന്നെ കൺസ്ട്രക്റ്റീവ് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് സ്പെഷ്യൽ ബാരർ ബോണ്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ അംനസ്റ്റി സ്കീം ഉള്ളതാണ്. അത് എന്തിനാണെന്നുണ്ടെങ്കിൽ വോളണ്ടറി ഡിസ്ക്ലോഷർ ഓഫ് അംനസ്റ്റി സ്കീംസ് വർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ബ്രിങ് അൺഅക്കൗണ്ടഡ് മണി ഇൻ ടു ദി ഒഫീഷ്യൽ എക്കണോമി. This scheme was introduced by the finance ministry from time to time, allows tax defaulters to pay tax. അതായത് ആരെങ്കിലും അടയ്ക്കാതെ വിട്ടുപോയാലോ ടാക്സോ, വോളണ്ടറായിട്ട് അവർ വന്നിട്ട് ഇത് അടയ്ക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാം. അതായത് ബ്ലാക്ക് മണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്താവുന്ന രീതി. ഓക്കെ, ആൻഡ് ഡിമോണിറ്റൈസേഷൻ. The demonetization of 500 and 1000 rupee notes on November 8, 2016, ആരും മറക്കില്ല, അത് was the latest attempt to curb black money. അപ്പോൾ ഈ ബ്ലാക്ക് മണി ഒന്ന് പരമാവധി ഇല്ലാതാക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് 1000 റുപ്പീസിൻ്റെ നോട്ട്സും 500 റുപ്പീസിൻ്റെ നോട്ട്സും പിൻവലിക്കുക എന്നുള്ളത്. അത് ഒരാൾ പോലും അറിയാതെ നവംബർ 8 നൈറ്റ് 8 PM ഈ ഒരു ന്യൂസ് നമ്മൾ കാണുന്നത് തന്നെ. ഇറ്റ് വാസ് that much of shocking news for everyone. All of a sudden they have stopped and they have withdrawn rupees 500 and 1000 എന്നുള്ളതാണ്. Okay, and then digitization. An inevitable trend of modern times is the increasing digitization of transactions. അപ്പോൾ everything is ഡിജിറ്റലി അവർ കൊണ്ടുവന്നതോട് കൂടിയിട്ട്, ഓൺലൈൻ കാര്യങ്ങൾ കൊണ്ടുവന്നതോട് കൂടിയിട്ട് തന്നെ കുറേ കാര്യങ്ങൾ ട്രാൻസ്പാരൻ്റ് ആയി കഴിഞ്ഞു. നമുക്ക് വേറെ ലീഗൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലേക്ക് അത് പോകുന്നുണ്ട്. സോ ഇത്രയും മെഷേഴ്സാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി വരുന്നത് ഇന്ത്യ ആൻഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ്. സോ അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നെക്സ്റ്റ് ക്ലാസ് നമുക്കത് നോക്കാം. ഓക്കെ, താങ്ക് യു.